ആ ദേവികേ. സ്വാമിയച്ച, ഞാൻ ആകെ ടെൻഷനില്ല. കുട്ടനെ കണ്ടിട്ട് 2 ദിവസമായി. ഈ 2 ദിവസവും മരുന്ന് കൊടുക്കാനും പറ്റിയിട്ടില്ല. കുട്ടന് എന്ത് പറ്റുമാവോ, ഒരു ഊഹവും കിട്ടുന്നില്ല. മോള് വിഷമിക്കണ്ട. അവിടെ അയാളുടെ കുടുംബ സുഹൃത്തായ ഒരു മനോരോഗ വിദഗ്ധ വന്നിട്ടുണ്ട്. അവരാ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചികിത്സ കൊണ്ട് കുട്ടൻ്റെ അസുഖം മാറ്റിയെടുക്കാമെന്ന അവരുടെ പ്രതീക്ഷ. കുട്ടൻ്റെ അസുഖം മാറാൻ വേണ്ടി അവരൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. നടക്കട്ടെ. പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടി മോള് പ്രാർത്ഥിക്കണം. ഇത്തിരി തിരക്കുണ്ട്, വിളിക്കാവേ. ശരി. സിദ്ധാർത്ഥനെ ആ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നതിന് മുൻപ്, കൊല്ലാനായി അവർ പിന്തുടർന്ന് വരുന്നതിന് മുൻപ് സിദ്ധാർത്ഥൻ എവിടെയായിരുന്നു? പറയൂ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ ആ ആക്സിഡന്റിന് മുൻപ് സിദ്ധാർത്ഥ എവിടെയായിരുന്നു? സിദ്ധാർത്ഥൻ എവിടെ നിന്ന് വരുമ്പോഴാ അവർ സിദ്ധാർത്ഥനെ ഫോളോ ചെയ്തത്? ഓഫീസിലായിരുന്നു. സിദ്ധാർത്ഥന്റെ ഓഫീസിൽ? അതെ. അവിടെ സിദ്ധാർത്ഥൻ എന്ത് ചെയ്യായിരുന്നു? സിദ്ധു, 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 റിലാക്സ്, റിലാക്സ്. വേക്കപ്പ് സിദ്ധാർത്ഥ്, വേക്കപ്പ്, വേക്കപ്പ്. 3, 2, 1, വേക്കപ്പ്. സിദ്ധാർത്ഥ്, റിലാക്സ്, റിലാക്സ്. സിദ്ധു കിടന്നോളൂ. സിദ്ധു കിടന്നു. നിങ്ങളാരാ? പറയാം. സിദ്ധു കിടന്നു. അപ്പോ എന്താ മാഡം? സിദ്ധുവിനെ നോക്കിക്കോളൂ. സിദ്ധുവിന് എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്ക്. ശരി മാഡം. ശരി. ഞാൻ സിദ്ധാർത്ഥനെ ഹിപ്നോട്ടൈസ് ചെയ്തു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. എന്നിട്ട് സിദ്ധു വല്ലതും പറഞ്ഞോ? ചില കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധാർത്ഥന് സംഭവിച്ച ആക്സിഡന്റ് അത് വെറുതെ സംഭവിച്ചതായിരുന്നില്ലേ? ആരോ സിദ്ധാർത്ഥനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും കാറിൽ രക്ഷപ്പെടാനുള്ള സിദ്ധാർത്ഥന്റെ ശ്രമത്തിനിടെയാണ് നിയന്ത്രണം തെറ്റി സിദ്ധാർത്ഥന് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതിവേഗതയിൽ വരികയായിരുന്ന സിദ്ധാർത്ഥന്റെ കാറിന്റെ മുന്നിലേക്ക് പെട്ടെന്നൊരാൾ എടുത്ത് ചാടിയതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. ആക്സിഡന്റിൽ അയാൾക്കും ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. സിദ്ധാർത്ഥ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാ ഞങ്ങൾക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥൻ ആരാ ശത്രുക്കള്? അതും അവനെ കൊല്ലാൻ ലക്ഷ്യം വെച്ചവരെന്ന് പറയുമ്പോ അല്ല, അവനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാന്ന് വല്ലതും അവൻ പറഞ്ഞോ? ഇല്ല, ഈ സിറ്റിംഗിൽ സിദ്ധു അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത സിറ്റിംഗിൽ അതവൻ പറയും. അതാരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ല, സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമായാല് അവനെ ഈ നിലയ്ക്ക് ആക്കിയവർ ആരാണെന്ന് അവൻ പറയുമല്ലോ അല്ലേ? അതെ. എന്റെ മോന്റെ അസുഖം ഭേദമാവോ? ഭേദമാകും. സിദ്ധാർത്ഥന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി അവനെ നിങ്ങളുടെ പഴയ സിദ്ധാർത്ഥനാക്കി മാറ്റി ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും.
ഈശ്വരാ. നീ എവിടെ പോവാ? ഇവിടെ ഇരുന്നാൽ എൻ്റെ സ്ട്രെസ് കൂടും. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവാം. ഇവൾ ഓഫീസിലേക്ക് തന്നെയാണോ പോകുന്നത്? അതോ ഓഫീസിന്റെ പേരും പറഞ്ഞ് ഋഷിയെ കാണാൻ പോവാണോ? അതൊന്നും അറിയണമല്ലോ അമ്മ. നീ പറഞ്ഞത് ശരിയാ. ഇവളെവിടെ പോവാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഇവളെ ഋഷിയെ കണ്ട മിക്കവാറും എല്ലാം അവതാളത്തിലാവും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമേ. ചെല്ലും. ഇവളത്തെ എടുക്കത്ത്. ഹലോ ഗോപിക, കോള് കട്ട് ചെയ്യരുത്. എനിക്ക് കുറച്ച് സംസാരിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. ഗോപിക പ്ലീസ്. ഋഷിയോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം അവസാനിപ്പിച്ചെന്ന്. പറഞ്ഞത് തന്നെയാ. നന്നായി ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ആ തീരുമാനം എടുത്തത്. ഇനി അതിന് മാറ്റം ഉണ്ടാവില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് ഗോപിയോട് സംസാരിക്കണം. വേണ്ട ഗോപികയെ എനിക്കൊരു 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. വേണ്ട, അത് പറഞ്ഞില്ലേ. എടോ, ഞാനൊരു 2 മിനിറ്റ് അല്ലേ ചോദിക്കുന്നുള്ളൂ. അതൊന്നും വേണ്ട, ശരിയാവില്ല. ഗോപിക പ്ലീസ്. ഗോപിക, ഞാൻ ഒരിക്കലും പുറകെ വരില്ല, ഒന്നിനും വരില്ല. ഇത് അവസാനമായിട്ടാ. 2 മിനിറ്റ് പ്ലീസ്. ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. തന്റെ കാല് പിടിക്കാം പ്ലീസ്. അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഗോപിക. പ്ലീസ്, ദയവ് ചെയ്തൊന്ന് കേക്ക് പ്ലീസ്. ഗോപിക, എവിടെ വെച്ചാ സംസാരിക്കണ്ടേ? താൻ കോൾ കട്ടി. കോൾ കട്ട് ചെയ്യാനോ? ഹലോ ഹലോ ഋഷി, ഹലോ ഹലോ. കേറ് ഗോപിക. അപ്പോ ഊഹം തെറ്റിയില്ല. കേറ് ഗോപിക. ഇവിടെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. വാ കേറ്. നോക്കി നിൽക്കാതെ വന്ന് കേറാൻ. കാറിൽ കയറി പോയല്ലോ. എങ്ങനെ അവരെ ഫോളോ ചെയ്യും? ഒരു ഓട്ടോ കിട്ടിയെങ്കിൽ. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. ഇതൊക്കെ ഇവിടെ പോയി തൊഴിഞ്ഞു നാശം. എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? അതെ, തന്നെ അഞ്ജിത ഫോളോ ചെയ്ത് വരുമായിരുന്നു. താനത് കണ്ടില്ല അല്ലേ? അഞ്ജിതയെ ഒഴിവാക്കാൻ വേണ്ടിട്ടാ ഞാൻ കേറാനായിട്ട് പറഞ്ഞു. നമ്മളിപ്പോ എവിടെ പോവാ ഋഷി? എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചാ താനൊന്ന് ക്ഷമിക്കേ.
ഇറങ്ങടോ. അല്ല എന്താ പറയാനുള്ളത്? വാ പറയാം, വാ. വാ. ഇതെന്താ ഇവിടെ? പറയാം, വാ. വാടോ. നമസ്കാരം തിരുമേനി. നമസ്കാരം. എത്തിയല്ലേ? ഇതാവോ ആള്? ആ, ഇത് തന്നെ. ആ, അല്ല എന്താ? പറയാം, നിൽക്കാം. തിരുമേനി, എവിടെ വരെയായി കാര്യങ്ങൾ? എല്ലാം റെഡിയാണ്. 11നും 11:30 ഇടയ്ക്കൊരു ശുഭമുഹൂർത്തമുണ്ട്. അപ്പോൾ ചടങ്ങുകൾ നടത്താം. ശരി, ആയിക്കോട്ടെ. ആ, ഋഷി എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇതെല്ലാം? മനസ്സിലായില്ലേ? ഇവിടെ നടക്കുന്നത് നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ്. ഋഷി, ഇന്ന് ഇവിടെ വെച്ച് തന്റെ കഴുത്തിൽ ഞാൻ താലിയാർത്താനായിട്ട് പോവുക. ഋഷി എന്താ പറയുന്നേ? നടക്കാൻ പോകുന്ന സത്യം. നോ, ഇത് ശരിയാവില്ല. നടക്കില്ല ഋഷി. തനിക്കെന്താ പേടിയുണ്ടോ? താൻ ആരെയാ ഭയപ്പെടുന്നത്? ഋഷി, വീട്ടുകാരെ അറിയിക്കാതെ ഇത് എങ്ങനെ? ഇപ്പം മറ്റാരും ഇത് അറിയേണ്ട കാര്യമില്ല. ആദ്യം നമ്മുടെ കല്യാണം, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം എല്ലാവരും അറിഞ്ഞാൽ മതി. ഋഷി, ഋഷി ഇത് പറ്റില്ല. ഗോപിക, മോളെ, ഇതൊക്കെ ഈശ്വരന്റെ നിശ്ചയം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കോ? ഇന്നാർക്ക് ഇന്നാരെന്ന് ദൈവം തന്നെ എഴുതി വെച്ചിരിക്കുക. ഋഷിക്ക് അഞ്ജിതയെന്നും അഞ്ജിതയ്ക്ക് ഋഷിയെന്നും ഉടയോൻ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. ഗോപിക വെറുതെ അതിൽ ഉള്ളൊരുക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നീ വെറുതെ ഗോപികയുടെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പോകാതെ അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോ. അഞ്ജിതയാ? ആ മോളെ. അമ്മ, നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഗോപിക ഓഫീസിലേക്കല്ല പോയത്. അവള് ഋഷിയോടൊപ്പം കാറിൽ കയറിപ്പോയി. എന്നിട്ട് ഞാനും വിട്ടില്ല, അവരെ ഫോളോ ചെയ്തു. അവരിപ്പോ ദേവീക്ഷേത്രത്തിൽ കയറിയിരിക്കുവാ. എന്താ അവരുടെ പ്ലാൻ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. നിന്റെ അനിയത്തി ചെയ്ത കാര്യം കണ്ടില്ലേ? എന്തുപറ്റി? അവള് ഓഫീസിലേക്കൊന്നും അല്ല പോയത്, ഋഷിയോടൊപ്പം പോയത്. അവരിപ്പോ ദേവീക്ഷേത്രത്തിലുണ്ടെന്ന്. അതാ അഞ്ജിത ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. ഇനി ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യ കല്യാണം നടത്താനാണോ അവനും അവളും കൂടി പോയത്? ഗോപിക ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ആന്റി. ആ, ചെയ്യില്ല. കാണാം. ഈശ്വര, ആ താലി ഇങ്ങ് തരും. ഋഷി, വേണ്ട ഋഷി. വീട്ടുകാരെ ധിക്കരിച്ച് നമുക്കൊന്നും ചെയ്യണ്ട. ഗോപിക, ഇത് വേണ്ട ഋഷി, ഈ കല്യാണം ഇപ്പൊ നമുക്ക് വേണ്ട. ഗോപിക, നീ കണ്ടില്ലേ? നമ്മുടെ കല്യാണത്തിന് വേണ്ടതെല്ലാം ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല. ഋഷി, വേണ്ട ഋഷി. എനിക്ക് ജാതകദോഷമുള്ളതാ. അതറിഞ്ഞിട്ട് ഋഷി എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്ന? എന്നെ കല്യാണം കഴിച്ച ഋഷിക്ക് എന്തിനാ ഋഷി വയസ്സ് വെച്ചൊരു പരീക്ഷണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. എടോ, എനിക്ക് താനില്ലാതെ ജീവിക്കാനാവില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അത് മതി എനിക്ക്. ഋഷി, നീ പറയുന്ന ഒന്ന്. എന്തിനാടോ താൻ തന്നെ മനസാക്ഷി വഞ്ചിക്കുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ ഭാര്യയായിട്ട് കഴിയാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നുള്ളല്ലേ താൻ? ഇല്ലെങ്കിൽ താൻ പറ, താൻ ഇത് ആഗ്രഹിക്കുന്നില്ലെന്ന്, എന്നെ ഇപ്പോൾ തനിക്ക് ഇഷ്ടമില്ലാന്ന്. ഈ ദേവിയെ സാക്ഷി നിർത്തി താൻ പറയണോ? പറയ്, തനിക്ക് എന്നേക്കുമായി എന്നെ വേണ്ടാന്ന് ദേവിയെ പിടിച്ച് സത്യം ചെയ്ത് പറ.
പറയണോ? നീ ഞങ്ങളെല്ലാരും പറ്റിച്ചോണ്ട് ഞങ്ങൾ അറിയാതെ കല്യാണം നടത്താന്ന് വിചാരിച്ചു അല്ലേ? നിനക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഞങ്ങളുടെ കുടുംബത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ എന്റെ ഉപദേശം നീ അനുസരിക്കുമായിരുന്നു. ഈ കല്യാണം നടക്കില്ല ഗോപിക, ഞാൻ നടത്തില്ല. ഋഷി, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ? എന്റെ മോന്റെ ആയുസ് വെച്ച് തന്നെ നിനക്ക് പന്താടണല്ലേ? അമ്മേ, ഞാൻ പറയട്ടെ. ഞാൻ പറയാം. എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നത് നന്നായി. ഇനി ഏതായാലും നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി എനിക്ക് ഗോപിയെ കല്യാണം കഴിക്കാലോ. അയ്യോ അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഗോപിയുടെ കഴുത്തിൽ താലി ചേർത്താൻ പോവുകയാണ്. ഋഷി, വേണ്ട. ഋഷി, ഋഷി, പറയുന്ന കേൾക്ക്. വേണ്ട. ഋഷി, വേണ്ട. വേണ്ട. അമ്മ, ജാനകി, നീ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടരുത് മോനെ. മോനെ മോനെ കാലു പിടിക്കാം. നീ ഈ വിവാഹം നടത്തരുത്. മോനെ, നീ അവിവേകം ഒന്ന് കാണിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗോപിയെ വാ, നമുക്ക് പോവാം. ഗോപിക ഇപ്പൊ ഇവിടെ നിന്ന് എവിടെയും പോകുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ചാ പോകുന്നുള്ളൂ. അല്ലാതെ ആർക്കും ഗോപിക ഇവിടെ നിന്ന് കൊണ്ടുപോകാനാവില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ വെച്ച് ഇപ്പോ ഞാൻ ഗോപിയെ വിവാഹം കഴിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലടാ. ഞാൻ ചത്താലെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. മാഡം, അല്ല, മരിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ അമ്മേ, ജാനകി, അയ്യോ അമ്മേ വേണ്ട. മാഡം, വേണ്ട. ഞാനിപ്പ ചാവും. കഴുത്തറുത്ത് ഞാൻ ഇവിടെ മരിക്കും. അമ്മേ വേണ്ട. അമ്മേ അബദ്ധം കാണിക്കില്ല. ജാനകി, അരുത്. അമ്മേ. ഏയ്, വരരുത് എന്റെ അടുത്ത്. അയ്യോ അമ്മേ. അയ്യോ മാഡം, വേണ്ട. കടുങ്കയൊന്നും ചെയ്യരുത്. ഗോപനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, എന്നെ ആരും തൊടരുത്. അമ്മേ വേണ്ട. ഞാനിപ്പ ചാവും. വേണ്ടടി. വേണ്ട ജാനകി. വേണ്ട, പ്ലീസ്. നീ ഇവിടെ കല്യാണം കഴിക്കരുത്. ഈ കല്യാണം നടക്കരുത്. നീ ഇവിടെ കല്യാണം കഴിക്കില്ല എന്ന് സത്യം ചെയ്തു തന്ന ഞാൻ ഇതിന്ന് പിന്മാറാം. നിനക്ക് അമ്മയാണോ വലുത്, അതോ ഈ കല്യാണമാണോ? അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ജാനകി, എടാ ഋഷി. അമ്മേ, അമ്മേ വേണ്ട. അമ്മേ, അമ്മേ കത്തിങ്ങതാ. ഋഷി, കയ്യിൽ വിടാൻ. ഈശ്വരാ. ഋഷി, അമ്മേ. വേണ്ട. അമ്മേ വേണ്ട.
ഞാൻ കല്യാണം കഴിക്കുന്നില്ല. സത്യം. മോനെ, ഗോപിക, നീയും സത്യം ചെയ്യാനോ പറഞ്ഞ്? എനിക്ക് ഈ കല്യാണം വേണ്ട.